ലേവ്യ പുസ്തകം 27 അധ്യായം. യഹോവ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത്, ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ചയായി സ്വയം സമർപ്പിക്കുമ്പോൾ നിന്റെ മതിപ്പനുസരിച്ച് ആ വ്യക്തിയുടെ വില നീ നിർണ്ണയിക്കണം. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പുരുഷന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നിന്റെ മതിപ്പ് 50 ശേക്കെൽ വെള്ളി ആയിരിക്കണം. സ്ത്രീ ആയിരുന്നാൽ നിന്റെ മതിപ്പ് 30 ശേക്കലായിരിക്കണം. 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള പുരുഷന് നിന്റെ മതിപ്പ് 20 ശേക്കലും സ്ത്രീക്ക് 10 ശേക്കലും ആയിരിക്കണം. 1 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള ആയാൽ നിന്റെ മതിപ്പ് ആണിന് 5 ശേക്കൽ വെള്ളിയും പെണ്ണിന് 3 ശേക്കൽ വെള്ളി ആയിരിക്കണം. 60 വയസ്സോ അതിലധികമോ പ്രായമുള്ളവർക്ക് നിന്റെ മതിപ്പ് പുരുഷന് 15 ശേക്കലും സ്ത്രീക്ക് 10 ശേക്കലും ആയിരിക്കണം. നീ നിശ്ചയിക്കുന്ന മതിപ്പ് വില നൽകുവാൻ കഴിയാത്ത വിധം ഒരുവൻ ദരിദ്രനായിരുന്നാൽ അവനെ പുരോഹിതന് മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തണം. പുരോഹിതൻ നേർന്നവൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം മൂല്യം നിർണ്ണയിക്കട്ടെ. അത് യഹോവയ്ക്ക് വഴിപാട് കഴിക്കുവാൻ തക്ക മൃഗം ആകുന്നുവെങ്കിൽ ആ വകയിൽ നിന്ന് യഹോവയ്ക്ക് കൊടുക്കുന്നതൊക്കെയും വിശുദ്ധമായിരിക്കണം. ചീത്തയായതിന് പകരം നല്ലതോ നല്ലതിന് പകരം ചീത്തയായതോ വെച്ച് മാറുകയോ വ്യത്യാസം വരുത്തുകയോ ചെയ്യരുത്. മൃഗത്തിന് പകരം മൃഗത്തെ വെച്ച് മാറുന്നുവെങ്കിൽ അത് വെച്ച് മാറിയ മൃഗവും വിശുദ്ധമായിരിക്കണം. അത് യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കുവാൻ യോഗ്യമല്ലാത്ത അശുദ്ധ മൃഗമാകുന്നു എങ്കിൽ ആ മൃഗത്തെ പുരോഹിതന് മുമ്പാകെ നിർത്തണം. അത് നല്ലതോ ചീത്തയായിരിക്കുന്നതനുസരിച്ച് പുരോഹിതൻ അതിൻ്റെ വില മതിക്കണം. പുരോഹിതനായ നീ നിശ്ചയിക്കുന്നതായിരിക്കും അതിൻ്റെ വില. അതിനെ വീണ്ടെടുക്കുന്നുവെങ്കിൽ നീ മതിച്ച തുകയോട് 1/5 കൂട്ടണം. ഒരുവൻ തൻ്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കേണ്ടതിന് വിശുദ്ധീകരിച്ചാൽ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പുരോഹിതൻ അതിൻ്റെ വില മതിക്കണം. പുരോഹിതൻ നിശ്ചയിച്ചതുപോലെ തന്നെ അതായിരിക്കണം. തൻ്റെ വീട് വിശദീകരിച്ചവന് അത് വീണ്ടെടുക്കുന്നുവെങ്കിൽ അവൻ നിന്റെ മതിപ്പ് വിലയുടെ 1/5 അതിനോട് കൂട്ടണം. എന്നാൽ അത് അവനുള്ളതാകും. ഒരുവൻ തൻ്റെ അവകാശ നിലത്തിൽ ഏതാനും യഹോവയ്ക്ക് വിശദീകരിച്ചാൽ നിന്റെ മതിപ്പ് വില അതിൻ്റെ വിത്ത് പാടിന് ഒത്തവണ്ണമായിരിക്കണം. നീ ഹോമർ യവം വിതയ്ക്കുന്ന നിലത്തുനിന്ന് 50 ശേക്കൽ വെള്ളി വിലമതിക്കണം. ജൂബിലി വർഷം മുതൽ അവൻ തൻ്റെ നിലം വിശദീകരിച്ചാൽ അത് നിന്റെ മതിപ്പ് വില പോലെ ആയിരിക്കണം. ജൂബിലി വർഷത്തിന് ശേഷം അവൻ അതിനെ ശുദ്ധീകരിച്ചാലോ ജൂബിലി വർഷം ശേഷിക്കുന്ന വർഷങ്ങൾക്ക് ഒത്തവണ്ണം പുരോഹിതൻ അതിൻ്റെ വില കണക്കാക്കണം. അത് നിന്റെ മതിപ്പ് വിലയിൽ നിന്ന് കുറയ്ക്കണം. നിലം വിശദീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നുവെങ്കിൽ അവൻ നിന്റെ മതിപ്പ് വിലയുടെ 1/5 അതിനോട് കൂട്ടണം. എന്നാൽ അത് അവന് സ്ഥിരമായിരിക്കും. അവൻ നിലം വീണ്ടെടുക്കാതെ മറ്റൊരുത്തന് വിൽക്കുകയാണെങ്കിൽ പിന്നീട് അതിൽ വീണ്ടെടുക്കുവാൻ സാധ്യമല്ല. ആ നിലം ജൂബിലി വർഷത്തിൽ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ശബദാർത്ഥി ഭൂമി പോലെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അതിൻ്റെ അനുഭവം പുരോഹിതനായിരിക്കണം. തൻ്റെ അവകാശ നിലങ്ങളിൽ ഉൾപ്പെടാതെ സ്വയാർജിതമായുള്ള ഒരു നിലം ഒരുവൻ യഹോവയ്ക്ക് ശുദ്ധീകരിച്ചാൽ പുരോഹിതൻ ജൂബിലി വർഷം മുതൽ മതിപ്പ് വില കണക്കാക്കണം. നിന്റെ മതിപ്പ് വില അവൻ അന്ന് തന്നെ യഹോവയ്ക്ക് വിശുദ്ധമായി കൊടുക്കണം. ആ നിലം മുൻ ഉടമസ്ഥന് ജൂബിലി വർഷത്തിൽ തിരികെ ചേരണം. നിന്റെ മതിപ്പ് വിലയെല്ലാം ശേഖറിന് 20 ഖേര വിഹിതം വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരമായിരിക്കണം. കടിഞ്ഞൂൽ പിറവിയാൽ യഹോവയ്ക്കുള്ളതായ മൃഗത്തെ മാത്രം ആരും വിശദീകരിക്കരുത്. മാടായാലും അത് യഹോവയ്ക്കുള്ളതാകുന്നു. അത് അശുദ്ധ മൃഗമാകുന്നുവെങ്കിൽ മതിപ്പ് വിലയും അതിൻ്റെ 1/5 കൂടെ കൊടുത്ത് അവൻ അതിനെ വീണ്ടെടുക്കുന്നുവെങ്കിൽ നിന്റെ മതിപ്പ് വിലയ്ക്ക് അതിനെ വിൽക്കണം. എന്നാൽ ഒരുവൻ തനിക്കുള്ള മൃഗം അവകാശ നിലം മുതലായവയ്ക്ക് കൊടുക്കുന്ന യാതൊരു ശബദാർപ്പിതമാവും
വിൽക്കുകയോ വീണ്ടെടുക്കുകയോ ചെയ്യരുത്. ശപഥാർപ്പിതമൊക്കെയും യഹോവയ്ക്ക് അതിവിശുദ്ധനാകുന്നു. മനുഷ്യവർഗത്തിൽ നിന്ന് ശപഥാർപ്പിതമായി കൊടുക്കുന്ന ആരെയും വീണ്ടെടുക്കാതെ കൊന്നുകളയണം. നിലത്തിലെ ധാന്യത്തിൻ്റെ ആയാലും വൃക്ഷങ്ങളിലെ ഫലങ്ങളുടേതായാലും എല്ലാ ഭൂവിഭവങ്ങളുടെയും ദശാംശം യഹോവയ്ക്കുള്ളതാണ്. അത് യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നുവെങ്കിൽ അതിനോട് 1/5 കൂടി ചേർത്ത് കൊടുക്കണം. മാടും ആടും ഇടയൻ്റെ കോൽ കീഴിലൂടെ കടന്നു പോകുന്ന ആ സകലത്തിലും ഓരോ 10ാമത്തെയും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അത് നല്ലതോ ചീത്തയോ എന്ന് പരിശോധിക്കരുത്. വെച്ചുമാറുകയും ചെയ്യരുത്. വെച്ചുമാറുന്നുവെങ്കിൽ അത് വെച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം. അവയെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് കൽപ്പിച്ച കൽപ്പനകൾ ഇവയാകുന്നു.